ഹലോ, അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പം അതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വല്യുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം, കറിവേപ്പില വേണം, തക്കാളി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ പുളിവെള്ളം. ഇത് നമ്മളെ നാടൻ പുളിയാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള മരത്തമ്മണ്ണ് ഉണ്ടായ പുളിയാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ, അതായത് ഒരു കളർ വ്യത്യാസം വരുമല്ലോ, വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചേർക്കണം? സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. കുറച്ച് സമയം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് എന്നാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. നല്ലോണം വഴന്ന് വരുമ്പോഴാണ് നമുക്ക് ആ കറീൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഉണ്ടാക്കുന്ന സമയത്ത്. ഇപ്പോൾ ഞാനത് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ മസാല തേച്ച് പുരട്ടി വെക്കുക. കാരണം ഇത് വഴന്ന് വരുമ്പോഴേക്കും നമ്മളിത് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ, അങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ആ ഉള്ളി ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എണ്ണേൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഉള്ളി വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ചേർക്കേണ്ടത്. കാരണം എന്നാലാണ് ആ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഡയറക്റ്റ് ചെമ്മീനാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് ആ മസാലയൊക്കെ ഇതിലും പിടിക്കണം. ചെമ്മീൻ ചെറിയ രീതിയിൽ റോസ്റ്റ് പോലെ നായി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഇതൊക്കെ മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട്, കാരണം അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുളിവെള്ളം നന്നായിട്ട് പുളി പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ കറിയൊക്കെ തിളച്ച് വന്നു. വെന്തതിന് ശേഷമുള്ള ഒരു പിക്കാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. കണ്ടോ ഒരു അധികം വലിയ ലൂസിലും അല്ല, എന്നാൽ പിന്നെ ചെറിയ രീതിയിൽ തിക്കിലുമാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ.